ഹായ് മക്കളെ, ഞാനിത് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു അടിപൊളി ക്വസ്റ്റിനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നൊരു ടോപ്പിക്കാണ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്. അതിൽ തന്നെ ഇവരുടെയൊക്കെ ബാപ്പാണ് ആര്? കാർബോകാറ്റയോൺ. കറക്റ്റ്. നമുക്ക് നോക്കാം കാർബോകാറ്റയോണിൻ്റെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പെട്ടെന്ന് സോൾവ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ നോർമൽ മെത്തേഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പറ്റിപ്പോകുന്ന മിസ്റ്റേക്ക് എന്തൊക്കെയാണ് നോക്കിയ ക്വസ്റ്റ്യൻ കണ്ടോ. 3 ആൾക്കാർ നിങ്ങൾക്ക് തന്നു, 3 കാർബോകാറ്റയോണാണ്. എല്ലാ സിസ്റ്റത്തിലും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഡബിൾ ബോണ്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ ഏറ്റവും ഫസ്റ്റ് ഏറ്റവും ആദ്യം നമ്മൾ എന്ത് വെച്ചിട്ട് പറയും? റെസൊണൻസ് എഫക്റ്റ് ഉണ്ടെങ്കിൽ വെരി സ്റ്റേബിൾ, പിന്നെ ഹൈപ്പർ കോൺജുഗേഷൻ, പിന്നെ ആരാ? ഇൻഡക്റ്റീവ് എഫക്റ്റ്. കറക്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ സിസ്റ്റം നോക്കിയേ. ഒന്നാമത്തതിൽ ആരാ ഇവിടെയുള്ളത്? ഒരു 5 മെമ്പർ റിംഗ് ആണ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു മൾട്ടിപ്പിൾ ബോണ്ടും കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളിതാ ഒന്നാമത്തെ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഒരു 5 മെമ്പർ റിംഗ് വിത്ത് എ പോസിറ്റീവ് ചാർജ്. കറക്റ്റ്. നമുക്കറിയാം ഇവിടെ എന്ത് വരും? റെസൊണൻസ് എഫക്റ്റ് വരും. അതുകൂടാതെ 2 ആൽഫ ഹൈഡ്രജൻ ഇവിടെ കിടക്കുന്നുണ്ട്. സോ ഹൈപ്പർ കോൺജുഗേഷൻ വേണം. അതിനുശേഷം വരുന്ന സിസ്റ്റം നോക്ക്, ഒരു 5 മെമ്പേർഡ് തന്നെയാണ്, അതിൽ 2 മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. സോ നമ്മൾ എന്ത് വിചാരിക്കും? ഓക്കെ, 2 മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടല്ലോ, ഇയാൾക്ക് ഇങ്ങോട്ടേക്കും വന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും, മറ്റേ ഡബിൾ ബോണ്ടും എന്ത് ചെയ്യും? പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് വിചാരിക്കും? ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ സ്റ്റേബിൾ? മോർ റെസൊണൻസ് എവിടെ നടക്കുന്നത് അതാണ് സ്റ്റേബിൾ എന്ന് വിചാരിക്കും. കറക്റ്റ്. നോക്കാം മൂന്നാമത്തെ നോക്കിയേ. ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ്, പക്ഷേ അതിൽ ഒരാളാരാ? ഓക്സിജൻ ആണല്ലേ. സോ പോസിറ്റീവ് ചാർജ്. കറക്റ്റ്. ഇത് ഇങ്ങോട്ടേക്ക് റെസൊണൻസ് വന്നു. അതിനുശേഷം എന്താ ഇവിടെ നടക്കുക? റെസൊണൻസ് സ്ട്രക്ചർ ഞാനൊന്ന് വരക്കാം. ഓക്കെ, ഇതിൻ്റെ റെസൊണൻസ് ഇങ്ങനെ വരില്ലേ? ഇവിടെ പോസിറ്റീവ് ക്യാൻസൽ ആയിരിക്കുന്നു. കറക്റ്റ്. ഇതിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് മൾട്ടിപ്പിൾ ബോണ്ട്, നമ്മൾ ഓക്സിജൻ ഇവിടെ കിടക്കുന്നുണ്ട്. കറക്റ്റ്. നൗ ദ പോസിറ്റീവ് അല്ലേ ഇവിടെ എത്തി. നിങ്ങൾക്കറിയാം ഓക്സിജൻ്റെ അടുത്താണ് പോസിറ്റീവ് വരുന്നെങ്കിൽ ഓക്സിജൻ ലോൺ പെയർ കൊടുത്ത് ഓക്സിജൻ്റെ എന്ത് എഫക്റ്റ് അവിടെ ആക്ട് ചെയ്യും? പ്ലസ് മീസോമറിക് എഫക്റ്റ് ആക്ട് ചെയ്യില്ലേ അല്ലേ. ആ കാർബോകാറ്റയോൺ കൂടുതൽ സ്റ്റേബിൾ ആവില്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ മോർ കോൺജുഗേഷനും ഈ പറയുന്ന എക്സ്ട്രാ ഒരു സ്റ്റെബിലിറ്റി ഫാക്ടറും വരുന്നത് എവിടെയാണ്? മൂന്നാമത്തെ അല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി ആരാ സ്റ്റേബിൾ? മൂന്നാമത്തെയാണ് സ്റ്റേബിൾ. ഇനി ഒന്നാണോ രണ്ടാണോ സ്റ്റേബിൾ? 2 ഡബിൾ ബോണ്ട് സ്റ്റെബിലൈസ് ചെയ്യുന്ന ആരാ? രണ്ടാമത്തതല്ലേ. രണ്ടാണോ സ്റ്റേബിൾ? അല്ല. വൈ? ഇവിടെ 5 മെമ്പർ റിങ്ങിൻ്റെ മുകളിൽ പ്ലസ് ചാർജ് വന്നു കഴിഞ്ഞാൽ അതെന്ത് സിസ്റ്റമാണ്? വി നോ ദാറ്റ് ഈസ് ആൻറ്റി അറോമാറ്റിക്. കറക്റ്റ്. ആൻറ്റി അറോമാറ്റിക് ആണെങ്കിൽ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? ദേ ആർ വെരി അൺസ്റ്റേബിൾ. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്നാണോ രണ്ടാണോ സ്റ്റേബിൾ? ഉറപ്പായിട്ടും ഒന്നാമത്തെയാണ് അതിനേക്കാളും സ്റ്റേബിൾ. അപ്പോൾ നമുക്കിതിൻ്റെ ഓർഡർ പറഞ്ഞുകൂടെ? ആരാ? 1. അതിനുശേഷം ഏറ്റവും സ്റ്റെബിലിറ്റി കുറഞ്ഞ ആളാണ് 2. ദിസ് വിൽ ബി ദ കറക്റ്റ് ഓർഡർ. ഓക്കെ, be the problem solver.